നസ്ര ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ മാപ്പ് ഇടയ്ക്കിടെ ഓരോ ഇന്ത്യക്കാരനും നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ അത്രയും വലിപ്പമില്ല. ഉത്തർപ്രദേശ് 2.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെങ്കിൽ ബംഗ്ലാദേശ് 1.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ ഉത്തർപ്രദേശ് ഇത്രയും ജനസംഖ്യയുമില്ല. ഉത്തർപ്രദേശിൽ 25 കോടി ജനങ്ങളുണ്ടെങ്കിൽ 17 കോടി ജനങ്ങൾ മാത്രമേ ബംഗ്ലാദേശിലുള്ളൂ. ഈ രാജ്യം നമ്മുടെ അകത്ത് കിടക്കുന്ന ഒരു ഉപഗ്രഹമാണ്. ചുറ്റിനും ഇന്ത്യയാണ്. ഇവിടുന്ന് ബംഗാൾ തുടങ്ങി അങ്ങനെ വട്ടം കറങ്ങി വന്നാൽ ബംഗ്ലാദേശിന്റെ ചുറ്റിനും ഇന്ത്യയാണ്. പിന്നെയുള്ളത് ബംഗാൾ ഉൾക്കടലും മ്യാൻമാറിന്റെ ചില ഭാഗവും മാത്രമാണ് അതിർത്തിയായുള്ളത്. ഇന്ത്യക്ക് അകത്തുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ സൃഷ്ടിച്ചു കൊടുത്തതും ഇന്ത്യയാണെന്ന് ഓർക്കണം. പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തിന്റെ ഭാഗമായി പണ്ടേ നശിച്ചു പോവേണ്ടിയിരുന്ന ഒരു രാജ്യം ഇന്ന് പാകിസ്ഥാനേക്കാൾ ഭേദപ്പെട്ട രാജ്യമായി കഴിയുന്നത് ഇന്ത്യ എന്ന രാജ്യം അത് സൃഷ്ടിച്ചു കൊടുത്തതുകൊണ്ടാണ്. എന്നിട്ട് ഇപ്പോൾ അവർ ഇന്ത്യയെ തകർക്കാൻ നടക്കുകയാണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? രാഷ്ട്രപിതാവിനെ കൊന്നവരാണ് ബംഗ്ലാദേശ്. രാഷ്ട്രപിതാവിന്റെ മകൾക്ക് ജീവൻ സംരക്ഷിക്കാൻ ഇന്ത്യ അഭയം കൊടുത്തപ്പോൾ വധശിക്ഷ വിധിച്ചിട്ട് ഇങ്ങോട്ട് ഞങ്ങൾക്ക് തല്ലിക്കൊല്ലണം എന്ന് വിളിച്ചു കൂവുന്നവരാണ് ഈ രാജ്യത്തുള്ളവർ. അതുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ ഉപഗ്രഹമായി കഴിയേണ്ട ഒരു രാജ്യം, ഇന്ത്യയുടെ സംരക്ഷണയിലും തണലിലും ഇതുവരെ പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ ഒരു നേതാവ് ഇന്നലെ ഭീഷണി മുഴക്കുകയാണ്, ഞങ്ങൾ ഇന്ത്യ അങ്ങോട്ട് മുറിച്ചിട്ട് ഒരു കഷണം അങ്ങ് എടുക്കുമെന്ന്. നിർഭാഗ്യകരമായി ഇന്ത്യ വിഭജന സമയത്ത് നമുക്ക് ബംഗ്ലാദേശ് നഷ്ടപ്പെടുന്നു. നമ്മുടെ ബംഗാളിന് അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ കീറിമുറിക്കുന്നു. അതിൽ ബംഗ്ലാദേശ് നഷ്ടപ്പെടുന്നു. അങ്ങനെ ബംഗ്ലാദേശ് നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു നേർത്ത ഭൂപ്രദേശത്തിന്റെ മാത്രം ഇടയിലൂടെ വേർതിരിക്കപ്പെടുകയാണ്. സിക്കിം ഇരിക്കുന്ന അവിടെയാണ്. ചിക്കൻ നെക്ക് എന്നാണ് അത് വിളിക്കുന്നത്. അത്രയും മാത്രം ഇടമേ നമുക്കുള്ളൂ അങ്ങോട്ട് പോവാൻ, നമ്മുടെ ഭൂപ്രദേശത്തേക്ക് പോകാൻ. ബാക്കി ബംഗ്ലാദേശിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ആ സ്ഥലത്തെ നമ്മൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായി സംരക്ഷിച്ചു വരുന്നു. പ്രത്യേക പദവിയൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു ഭാഗത്തെ പ്രത്യേകം വളർത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യധാര സംസ്കാരത്തിൽ മാറിപ്പോവാതിരിക്കാൻ മോദി സർക്കാർ ഒരുപാട് പദ്ധതികൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ഗോത്രവർഗ പാരമ്പര്യം ഒരുപാട് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട്. മണിപ്പൂരിലും മറ്റും സംഭവിക്കുന്നത് നമുക്കറിയാം. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരുത്തൻ പറയുകയാണ്, ആ ചിക്കൻ നെക്കിൽ വെച്ച് ഞങ്ങളങ്ങ് മുറിച്ചെടുക്കും. എന്നിട്ട് ഇന്ത്യയുടെ സപ്ത സഹോദരിമാരെ, സിക്കിം ഒഴികെയുള്ള 7 സംസ്ഥാനങ്ങൾ, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, ഈ 7 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഈ സപ്ത സഹോദരിമാർ എന്ന് വിളിക്കുന്ന ഈ ഭൂപ്രദേശത്തെ മുറിച്ചു മാറ്റി അത് ബംഗ്ലാദേശിന്റെ ഭാഗമാക്കും എന്ന് അവകാശപ്പെടുകയാണ് ഒരു ബംഗ്ലാദേശി നേതാവ്. നാഷണൽ സിറ്റിസൺസ് പാർട്ടി എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ് ഹസ്നത്ത് അബ്ദുള്ളയാണ് ഈ ഗീർവാണം മുഴുക്കി രംഗത്ത് വന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ശത്രുക്കൾ പിടിമുറുക്കിയിരിക്കുന്ന സമയമാണ് ബംഗ്ലാദേശിൽ. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിനും അത് അപകടമാണ്. മീഡിയവും മാധ്യമവും ഒക്കെ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മത ആശയം, ആ ആശയത്തിന്റെ ലക്ഷ്യം തന്നെ ഇസ്ലാമിക ലോകം സൃഷ്ടിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും ഒരൊറ്റ ഭരണം, ശരീഅത്ത് ഭരണം വരണം. അങ്ങനെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അത് അവർ തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. അടിസ്ഥാനപരമായി അവരുടെ ലക്ഷ്യം അതാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഇപ്പോൾ ഈ പരുവത്തിലാക്കി ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് അവിടുത്തെ ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തിയത്. ഈ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനക്ഷേമം ഒരു പ്രശ്നമേ അല്ല, ജനങ്ങളെ കൊല്ലുന്നതും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് പ്രശ്നം ഇസ്ലാമിക ഭരണം മാത്രമാണ്. തോക്കിൻ മുനയിലൂടെ വിപ്ലവം കൊണ്ടുവന്ന് ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ആ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കാരണമായി മാറിയിരിക്കുന്നത്. ഇത്തരം ജമാഅത്ത് ഇസ്ലാമിമാർ പുതിയതായി രൂപപ്പെടുന്നു എന്നതിന് തെളിവാണ് ഈ വൃത്തികെട്ടവന്റെ പ്രസ്താവന. ഇങ്ങ് വന്നാൽ മതി, ഞങ്ങൾ നിനക്കങ്ങ് മുറിച്ചു തരാം എന്നേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ധീരനായ ദേശാഭിമാനിയെ ആസാമിൽ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ആസാമാണ്. ഈ സംസ്ഥാനങ്ങളുടെ മേൽ ഒരു കണ്ണ് വയ്ക്കാൻ ഏറ്റവും സുപ്രധാനമായ തന്ത്രപ്രധാനമായ ഇടം ആസാമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാരനായിരുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയെ RSS ഞോണ്ടിയെടുത്തത്. അവർക്ക് വേണം അങ്ങനെ തൻ്റെ ഇടമുള്ളൊരു നേതാവിനെ. ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു, ഇങ്ങോട്ട് വാടാ മോനെ, കാണിച്ചു തരാം. യഥാർത്ഥത്തിൽ ഇത്തരം ധീരദേശാഭിമാനികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ബലം. ബംഗ്ലാദേശിലെ ഇത്തരം ഞാഞ്ഞൂലുകൾക്ക് ഇങ്ങനെ നാക്കു പൊന്താൻ കഴിയുന്നത് പോലും നമ്മളുടെ ഔദാര്യം കൊണ്ടാണ്. നമ്മൾ സമാധാനപ്രിയരാണ്. ഇങ്ങനെ നാക്കുയർത്താൻ അനുവദിക്കാൻ പാടുള്ളതല്ല. എത്ര കാലം ഉണ്ടാവും ബംഗ്ലാദേശി രൂപത്തിൽ നമുക്കറിയില്ല. അവരുടെ പ്രശ്നം ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്നില്ല എന്നതാണ്. ഷെയ്ഖ് ഹസീന മുജിബുർ റഹ്മാന്റെ മകളാണ്. ഇന്ത്യ എക്കാലത്തും ആതിഥേയ മര്യാദയുള്ളവരാണ്. അഭയം തേടി ഇന്ത്യയിലെത്തുന്നത് ആരാണെങ്കിലും അവരെ സംരക്ഷിക്കും. അതേ ഇന്ത്യ ചെയ്തിട്ടുള്ളൂ. അത് ഏതറ്റം വരെ പോയും സംരക്ഷിക്കും. അത് ഇന്ത്യയുടെ രീതിയാണ്. അല്ലാതെ ബംഗ്ലാദേശിലെ ഭീകരവാദികളെ പേടിച്ച് ഇന്ത്യ ഒരു ജീവനം കൊണ്ട് എറിഞ്ഞു കൊടുക്കില്ല. ഈ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ കൊണ്ടുവന്ന്
ആ രാജ്യത്തിന് ഭരണമേൽപ്പിക്കാനുള്ള കരുത്തും കെൽപ്പും ഇച്ഛാശക്തിയും ഒക്കെ ഇന്ത്യക്കുണ്ട്. പതിയെ പതിയെ ഇവർക്ക് മനസ്സിലാവും, ഈ ഭീകരവാദികൾക്ക് മനസ്സിലാവും. അന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ചവനൊക്കെ ജീവനോടെ ബാക്കി ഉണ്ടാവുമോ എന്ന് നോക്കാം. എന്തായാലും ഇന്ത്യയെ പേടിപ്പിക്കാൻ ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട. തൻ്റെ ഇടമുള്ളൊരു ഭരണകൂടം ഇവിടെയുണ്ട്, രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ, സംരക്ഷിക്കാൻ, അത് കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതേസമയം വലിയ സാമ്പത്തിക വളർച്ച ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ കെൽപ്പുള്ള ഭരണകൂടമുണ്ട്, കെൽപ്പുള്ള ജനതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും കൊണ്ട് മോട്ടിച്ചുകൊണ്ട് പോകാം എന്ന് കരുതി വന്നാൽ മോനെ അബ്ദുള്ള, നിനക്ക് വാതുറക്കാൻ നിന്റെ തല ബാക്കിയുണ്ടാവില്ല. ബൈജു സ്വാമി എഴുതിയത് കൂടി കേൾക്കുക. കുറച്ചുനാൾ മുമ്പ്, അതായത് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി സ്പോൺസർ ചെയ്ത കലാപത്തിൽ ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ച ധനകാര്യ വിദഗ്ധ വേഷം കെട്ടി ബ്ലേഡ് കമ്പനി നടത്തുന്ന യുനെസിന്റെ നേതൃത്വത്തിൽ നിയോ ഇസ്ലാമിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു. അതിൽ ആ രാജ്യമാകും പാകിസ്ഥാനേക്കാൾ ഇന്ത്യക്ക് ഭീഷണി എന്നെഴുതി. ഓർക്കണം, വാസ്തവത്തിൽ ഇവിടുത്തെ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി ഈ യുനെസ് എന്ന് പറയുന്ന സമാധാനത്തിന് നോബൽ പ്രൈസ് നേടിയവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തിയ കലാപമാണ്. അതിന് പിന്നിൽ അമേരിക്കയ്ക്ക് ചില വ്യക്തമായ താല്പര്യമുണ്ടായിരുന്നു. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ ദുർബലപ്പെടുത്തി ഇന്ത്യയെ ദുർബലപ്പെടുത്തുക എന്ന ചില അജണ്ടകളുടെ ഭാഗം തന്നെയാണത്. ഉടനെ കേരളത്തിലെ സ്ലീപ്പിംഗ് സെല്ലുകളിൽ മയങ്ങിക്കിടക്കുന്ന കുറെ സുഡാപ്പികൾ ഇറങ്ങി എന്നെ ചാണകസംഖ്യയും വർഗീയവാദിയുമാക്കി. രാജ്യസ്നേഹം സംഘികളുടെ കുത്തകയാണെന്നാണ് അവരുടെ വിചാരം. അല്ലെങ്കിൽ അവർ അങ്ങനെ വ്യാഖ്യാനിച്ച് ചാപ്പയടിക്കുന്നത് കൊണ്ട് പാകിസ്ഥാനെ കുറിച്ചോ ബംഗ്ലാദേശിനെ കുറിച്ചോ IS-ന്റെ ടെററിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നുവെന്ന് ബംഗ്ലാദേശ് സർക്കാർ തന്നെ പറയുന്ന റോഹിംഗ്യകളെ കുറിച്ചോ മിണ്ടിപ്പോയാൽ ചാണകസംഖ്യപ്പട്ടം ഉടനെ മനുഷ്യസ്നേഹികൾ എന്നവകാശപ്പെടുന്ന ഓൺലൈൻ സുഡാപ്പികൾ തലയിൽ വെച്ച് തരും. നിരന്തരം ഇങ്ങനെ സംഖ്യപ്പട്ടം സ്വീകരിച്ച് വിജൃംഭിതനാകുന്ന ഒരു എളിയവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഇത്രയും ആമുഖമായി പറഞ്ഞത് ബംഗ്ലാദേശിലെ നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ ഉന്നത നേതാവ് നടത്തിയ പ്രസ്താവന എങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് രാഷ്ട്രീയം എന്നറിയിക്കാനാണ്. ഹസ്നത്ത് അബ്ദുള്ള എന്ന ഉന്നത നേതാവ് പറയുന്നു, ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്കുള്ള ഇന്ത്യയുടെ അക്സസ് ചിക്കൻ നെക്ക് മുറിച്ച് ആ പ്രദേശത്തെ മോചിപ്പിക്കും. അവിടെയുള്ള ഇന്ത്യ വിരുദ്ധ തീവ്രവാദികൾക്ക് ആയുധവും വേണ്ടതെല്ലാം കൊടുക്കുമെന്ന്. കുറച്ചുനാൾ മുമ്പ് യുനെസും ഇതേപോലെ പറഞ്ഞിരുന്നു. അന്നും ഇന്ത്യ മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം നൽകുന്ന സൂചന ഒന്ന് തന്നെ. ചൈനയുമായി എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ടീമുകൾ ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം അഴിച്ചുവിടും. ചിക്കൻ നെക്ക് പിടിച്ചെടുക്കാൻ ചൈനയെ സഹായിക്കും. ഇതിനെല്ലാം പിന്തുണയുമായി 5 കോടിയോളം വരുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യക്കുള്ളിൽ നിന്ന് ചരട് വലിക്കും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സകല ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരനെയും തെരഞ്ഞു പിടിച്ച് പുറത്താക്കണം. ട്രംപ് വെനിസ്വേലയിൽ നിന്ന് ബോട്ടിൽ വരുന്ന മയക്കുമരുന്ന് കടത്തുകാരെ വെടിവെച്ച് കൊല്ലുന്നത് പോലെ വകവരുത്തണം. ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കി കൊടുത്തതിന് നന്ദി പോലും ഇല്ലാതെ 1, 2, 3 മണിയന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിറപ്പ് പണി കാണിക്കുന്നവർക്കെതിരെ ദാക്ഷിണ്യം കാണിച്ചാൽ ഇന്ത്യയിൽ എവിടെയും ബോണ്ടി ബീച്ച് മസാക്കർ ഉണ്ടാകും. അടിക്കുറിപ്പ്: ഇത് തുറന്നെഴുതുമ്പോൾ തെറി വിളിക്കുന്ന സുടുക്കളും അർദ്ധസുടുക്കളും ചാണകസംഖ്യയാക്കി ചിത്രീകരിക്കുമെന്നറിയാം. എന്നെ വിളിക്കുന്ന തെറി അവൻ്റെ വാപ്പയാണെന്നേ എനിക്ക് പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഏറ്റവും വ്യക്തമായ പ്രതികരണമാണിത്. ഇന്ത്യയിലെ ബംഗ്ലാദേശികളെ, വിദേശ പൗരന്മാരെ തപ്പിപ്പിടിച്ച് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പല പ്രധാനപ്പെട്ട കേസുകളിലും പ്രതികളാകുന്നവർ ബംഗ്ലാദേശികളാണ് എന്ന് തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കുക. അതിനാണ് SIR എന്ന സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ച് ഇന്ത്യക്കാരല്ലാത്തവരെ മുഴുവൻ കണ്ടെത്തി നാട് കടത്തുന്നിടത്ത് മാത്രമേ നമ്മുടെ രാജ്യം സുരക്ഷിതമാകൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ചൈന നമുക്കിട്ട് പണി തരാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ ബംഗ്ലാദേശികൾ അകത്തിരുന്നു കൊണ്ട് നമുക്കിട്ട് പണിയും. ഒഴിവാക്കേണ്ട ദുരന്തം ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.